എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ലൈക്ക് ചെയ്തിട്ടുള്ളവർക്ക്, ഷെയർ ചെയ്തിട്ടുള്ളവർക്ക്, കമൻറ്റ് അയച്ചിട്ടുള്ളവർക്ക്. ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ ഒരുവിധ സുഖം തന്നെ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ തന്നെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ നോക്കിയാൽ 2 മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിനെ നമ്മുടെ നാട്ടിൽ തിരച്ചി എന്നാണ് പറയുന്നത്. തിരണ്ടി എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. നല്ല വാലുകളുണ്ട്. വാലുകളെ മുറിച്ച് കളഞ്ഞു. നീളമുള്ള വാലുകളാണ്. ആ വാലുകൾ അടിച്ച് മരണം വരെ സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കടലിൽ വെച്ച്. ഈ മീനാണ് ഞാനിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഇതിൽ ഒരെണ്ണം എടുത്ത് ക്ലീൻ ചെയ്ത് ഒന്നും വയ്ക്കുന്നില്ല. ഒന്നിൻ്റെ പകുതി കറി വയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഈ മീനിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നൈസ് തൊലിയുണ്ട്. തൊലി കളിച്ച് ഊരിക്കളയണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. ഇത്രയും തേങ്ങ ചേർക്കില്ല, കുറച്ച് കൂടുതൽ വറുക്കുകയാണ്. ബാക്കി ഞാൻ എയർ ടൈറ്റായിട്ട് ടിന്നിൽ ഇട്ടേക്ക്. എനിക്ക് നല്ല സുഖമില്ല കേട്ടോ. ജലദോഷവും മഴയല്ലേ, ചുമയും ജലദോഷവും പനിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ തേങ്ങയോടൊപ്പം ചേർക്കുന്നത് കുറച്ച് കുരുമുളക് കൂടുതൽ ചേർക്കണം. കുരുമുളക് മസ്റ്റാണ് ഈ മീനിന്. കുറച്ച് കൂടുതൽ കുരുമുളക് ചേർക്കണം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഒന്ന് ചുവന്ന് വന്നിട്ട് ചേർക്കാം. പിന്നീട് നല്ലതുപോലെ ചുവന്ന് കരിഞ്ഞും വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി ഇതിനോടൊപ്പം ഈ മീനിനോടൊപ്പം ചേർക്കുന്നത് ചെറിയ ഉള്ളിയും മസ്റ്റാണ് ഇതിന്. പച്ചമുളകും. അപ്പം ഞാൻ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. തേങ്ങ നന്നായിട്ട് കരിച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മീൻ ഞാൻ നല്ലതുപോലെ കണ്ടിച്ച് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല ക്ലീനായ മീനാണെന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് വെള്ളം കഴിയുമ്പോൾ പോലും അതിലുള്ള ഒരു അംശമോ നിറവ്യത്യാസമോ സ്മെല്ലോ അതിൻ്റെ ഈ നമ്മുടെ ഉളുമ്പെന്ന് പറയും ആ സാധനമോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാനിത് 3-4 വെള്ളം കഴുകി ക്ലീൻ ചെയ്തു. ഇത് ഒരെണ്ണമാണ്. ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാനിപ്പോൾ കറി വയ്ക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാണ് കറി വയ്ക്കുന്നതെല്ലാം. അതുകൊണ്ട് ഒരെണ്ണം ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഈ പകുതി മീൻ ആവശ്യമായിട്ടുള്ള ഈ ചേർക്കാൻ പോകുന്നത് ഉള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ലേശം, എനിക്ക് വേണമെങ്കിൽ പുളി അധികം ഇഷ്ടമല്ല. ഈ വറുത്തതിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേർക്കാൻ പോവുകയാണ്. കുറച്ച് ഞാൻ എന്തായാലും മാറ്റാൻ പോവുകയാണ്. നാളെയോ മറ്റന്നാളോ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഉള്ളി പച്ചമുളക് ചേർക്കാം, കുടംപുളി ചേർക്കാം, ഈ അരപ്പ് ചേർക്കാം. അതിനോടൊപ്പം ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇത്രയും ചേർത്ത് തിളപ്പിച്ച് കടുവറക്കില്ല, വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ച് കുറുക്കിയതുപോലെ കറി വയ്ക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മീൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കുരുമുളകാണ് കൂടുതലും ചേർത്തിട്ടുള്ളത്. ബാക്കി വന്ന ഈ വറുത്തത് ഒരു ടിന്നിൽ അടച്ചിട്ടിട്ട് ഇതുപോലെ കുറേശ്ശെ വയ്ക്കാൻ തോന്നുന്ന ദിവസം അരച്ച് വയ്ക്കും. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർക്കട്ടെ.